പരാതി സ്ത്രീ അധിക്ഷേപം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത്. യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അതെ അതെ. ബാക്കിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെയും കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല. എനിക്ക് എന്താ പറയുക, കോടതിയുടെ എങ്ങനെയാണ് അത് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൂരജ് പാലക്കാരനെ അറസ്റ്റ് ചെയ്തു എന്നാണുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ സൂരജ് പാലക്കാരനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ സിനിമാ നടിയുമായിട്ട് എന്താണ് ഈ സൂരജ് പാലക്കാരനുണ്ടായിരുന്ന പ്രശ്നം, അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ മേയർ ആര്യ രാജേന്ദ്രനും പിന്നെ KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെപ്പാടെ കൂട്ടിക്കുഴച്ചും കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് നടക്കുന്നത്. മേയർ ആര്യയും പിന്നെ KSRTC ഡ്രൈവർ യദുവും പിന്നെ യുവനടിയും സൂരജ് പാലക്കാരനും ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കിടക്കണതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഈ മേയറും അതേമാതിരി KSRTC ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് മേയറിനെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലെ കാറിൽ സ്വകാര്യ വാഹനത്തിൽ പ്ലാമൂട് നിന്നും PMGയിലേക്ക് വരുന്ന ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നത്, പ്ലാമൂടിൽ നിന്ന് നമ്മൾ PMGയിലേക്ക് കയറുന്ന വൺ വേയിലേക്ക് കാറ് കയറുമ്പോൾ ഇടത്തെ വശത്തേക്കൊരു KSRTC ബസ് തട്ടാൻ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ബ്രദറിന്റെ വൈഫും ഒരേ സമയം പുറകിലെ ഗ്ലാസ്സിലേക്ക്, വണ്ടി തട്ടാൻ വന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് മുന്നിലേക്ക് ആക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പുറകിലെ ഗ്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ, KSRTCയുടെ ഡ്രൈവർ, അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. തുടർന്ന് അദ്ദേഹം വലത്തെ വശത്തോടുകൂടി തന്നെ വളരെ വേഗതയിൽ, സൂപ്പർ ഫാസ്റ്റ് വാഹനമാണ്, വളരെ വേഗതയിൽ അദ്ദേഹം വാഹനം മുന്നിലേക്ക് എടുത്തു. തൊട്ടു മുന്നിലുണ്ടായിരുന്ന 2 വാഹനങ്ങളിലും ഞങ്ങളുടെ വാഹനത്തെ തട്ടാൻ പോകുന്നത് പോലെ അദ്ദേഹം വളരെ ക്ലോസായി തന്നെ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം PMGയിൽ എത്തിയതിനു ശേഷം നിയമസഭയുടെ മുന്നിലൂടെ കല്യാൺ സിൽക്സിന്റെ അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് പാളയം വഴി പാളയം സാബല്യം കോംപ്ലക്സിന്റെ അവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന 1-2 സിഗ്നലുകൾ ഓഫ് ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെയൊന്നും നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു. എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റേസ് ആയിക്കൊണ്ട്, ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ റേസ് ആയിക്കൊണ്ട്, നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പല ആവർത്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ നിന്ന സൈഡിലേക്ക് അതിന്റെ കവർ വലിച്ചെറിയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, മേയർ തന്നെ പറയണു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മേയർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു, ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു എന്ന് തന്നെയാണ് മേയർ പറയണത്. ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഈ യുവനടി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ ആൾ ഈ ഒരു വീഡിയോ കാണലും പിന്നെ ഈ ബസ് ഡ്രൈവറെ, KSRTC ബസ് ഡ്രൈവറെ യദുവിനെ കണ്ടപ്പോൾ ഈ ഒരു യുവനടിക്ക് ഇതിൻ്റെ മുമ്പൊരു ദുരനുഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് യുവനടി രംഗത്ത് വന്നിരുന്നത്. ഈ യുവനടിക്കും ഇതേമാതിരി തന്നെ ഇതിൻ്റെ മുമ്പ് ഈ ഒരു ഡ്രൈവറിൻ്റെ അടുത്ത് നിന്ന് മോശമായിട്ടുള്ള ഒരു ഇതുണ്ടായിക്കണു എന്ന് പറഞ്ഞിട്ട് യുവനടി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ആ യുവനടി സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഇതുപോലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഈ യദു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ഒരു ഫോട്ടോ കണ്ടതിലാണ് ഞാൻ സ്ട്രൈക്കായിട്ട് ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി തന്നെ അറിയുന്നത്. ഈ സെയിം ഡ്രൈവർ തന്നെയാണ്. നമുക്കങ്ങനെ ആരോടും ഒരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല. നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതുമില്ല ആരോടും. യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവർ നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. KSRTC ഡ്രൈവർമാര് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവര് ഒരു ആംബുലൻസ് ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ആ സമയത്ത് എന്റെ വണ്ടി ഇടിച്ചിരുന്നെങ്കിലോ,
എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, എന്റെ സഹോദരന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ പറയും, അയ്യോ അതേ KSRTC വരുന്നുണ്ട്, മാറി നിൽക്കുന്നത്. സോ ആ ഒരു പേടി എപ്പോഴും നമുക്കുണ്ട്. KSRTC ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം, അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട്. KSRTC ആയതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നുള്ള, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം. മേയറോട് പോലും അയാൾ സംസാരിച്ച ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു തൃപ്തികരമല്ല ഞാൻ പറയുകയാണെങ്കിൽ. അപ്പം മേയർ ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഒരു സാധാരണക്കാരി എന്ന രീതിയിൽ അയാള് ഒരു 2-3 ഹോൺ കേട്ടപ്പോഴേക്കും അയാളങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. അയാൾ ഉടനെ തന്നെ, അയാൾ അതിനു മുന്നേ എന്നോട് അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചത്. ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ്, അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാൻ ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കണത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ യുവ നടി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഈ യുവ നടിയും പിന്നെ അതേമാതിരി നമ്മളെ മേയർ ആര്യ രാജേന്ദ്രനും പിന്നെ KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ളൊരു കണക്ഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മളെ സൂരജ് പാലക്കാരൻ ട്രൂ TV എന്ന് പറഞ്ഞ ചാനലിലൂടെ എന്ത് ചെയ്തിരിക്കണു, ഈ ഒരു യുവ നടിക്കെതിരെ എന്ത് ചെയ്തിരിക്കണു, നല്ല രീതിയിൽ സംസാരിച്ചിരിക്കണു. നല്ല രീതിയിൽ കാരണം സൂരജ് പാലക്കാരൻ എന്ന് പറയുന്ന ആള് കുറച്ച് എരിവും പുളിയൊക്കെ കൂട്ടി കുഴച്ചിട്ടാണ് എന്ത് കാര്യത്തിലും സംസാരിക്കുക. പിന്നെ എന്താണ് എല്ലാം തുറന്നടിച്ച് അങ്ങോട്ട് പറയുന്ന ഒരു വ്യക്തിത്വമാണ് അയാൾക്കുള്ളത്. എന്ത് കാര്യം അങ്ങോട്ട് വെട്ടി തുറന്നങ്ങോട്ട് പറയും, ആരും മുഖം ഒന്നും നോക്കാതെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്താണ് ഈ സൂരജ് പാലക്കാരനോട് പറയും. അങ്ങനെ പറഞ്ഞതാണ് ഇപ്പോൾ സൂരജ് പാലക്കാരൻ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ ആ യുവ നടിക്കെതിരെ നല്ല രീതിയിൽ ഈ അശ്ലീല ചോയോട് കൂടിയും പിന്നെ അതേമാതിരി അങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആ യുവ നടി തന്നെ എന്ത് ചെയ്തു, കേസ് കൊടുത്തതിന് ശേഷം സംസാരിക്കുന്നുണ്ട്. പരാതി സ്ത്രീ അധിക്ഷേപം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത്. യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അതെ. ബാക്കിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെയും കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല. എനിക്ക് എന്താ പറയുക, കോടതിയുടെ എങ്ങനെയാണ് അത് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ്. എനിക്ക് നിയമസഹായം ആവശ്യം വന്നു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എനിക്ക് കൃത്യമായ രീതിയിൽ അവരതിനുള്ള നടപടി എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ബാക്കിയെല്ലാം കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നില്ല, അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത്. അതെ, ഉണ്ട്. പരാതിയല്ല, മുമ്പ് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ 1 മാസം ഇദ്ദേഹം അകത്തായിരുന്നു. അപ്പോൾ ബെയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കർശന ബെയിലിൽ നിൽക്കുമ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്കൊരു പ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമല്ലോ. അതാണിപ്പോൾ വീണ്ടും അതേപോലെ തന്നെ സ്ത്രീപരം ഒരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. എപ്പോഴും നമ്മൾ എന്താ പറയുക, സ്ത്രീകൾക്കെതിരെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. സൈബർ ബുള്ളിങ് പോലെ ഒരുപാട് അധിക്ഷേപങ്ങൾ, എനിക്ക് ആ ഒരു ഡ്രൈവർ യദുവിൻ്റെ കേസിന് വേണ്ടിയിട്ട് ഒത്തിരി അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റേ KSRTC ഡ്രൈവറും പിന്നെ മേയർ ആര്യ രാജേന്ദ്രനും പിന്നെ അതുപോലെ തന്നെ സിനിമ നടിക്കുണ്ടായ ദുരനുഭവങ്ങളും ആ ഡ്രൈവറിനെതിരെ ഒക്കെ ഉണ്ടായ പ്രശ്നവും കാര്യങ്ങളും ഇപ്പോൾ എത്രത്തോളം സത്യാവസ്ഥയാണ് എന്നുള്ളതൊന്നും ഇപ്പോൾ എനിക്കറിയില്ല. എത്ര സത്യമാണോ ഇനി അത് നുണയാണോ ഒന്നും ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ സൂരജ് പാലക്കാരനെതിരെയുള്ള കേസ് വന്നിരിക്കുന്നത്. ആ KSRTC യദുവുമായിട്ട് എന്താണ് മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ കേസാണത്. അത് സിനിമ നടിയിലൂടെ വന്നിട്ട് അതിപ്പോൾ എന്താ ചെയ്തിരിക്കണു, നമ്മൾ സൂരജ് പാലക്കാരൻ്റെ അറസ്റ്റിലേക്ക് അത് എത്തിക്കണം. എന്ത് കാര്യം വിമർശിക്കുകയാണെങ്കിലും ആ വിമർശിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ സൂരജ് പാലക്കാരനാണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിലും ഇനി വേറെ ആരാണെങ്കിലും നമ്മളൊരാളെ വിമർശിക്കുമ്പോഴൊക്കെ അതൊരു വ്യക്തിഗത ചെയ്തിട്ട് അല്ലെങ്കിൽ പറ്റങ്ങണ്ട് അധിക്ഷേപിച്ചിട്ടൊന്നും നമ്മൾ ഒരാളിൽ നമ്മൾ എന്ത് ചെയ്യണം, എതിർത്ത് പറയാനോ അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് പറയേണ്ട ആവശ്യം കാര്യങ്ങളോ ഒന്നുമില്ല.